നമസ്കാരം. ഇന്ന് റെസിസ്റ്റിവിറ്റിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു റെസിസ്റ്റൻസ് എന്താണ്. ഓംസ് ലോ പറഞ്ഞതിന് ശേഷമാണ് റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പറയുന്നു. ആദ്യം ഒരു കണ്ടക്ടർ എടുക്കുക. See, this conductor has length L, and I am increasing its length. See, length is increased. Increasing length increase ചെയ്യുന്നു. അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദി റെസിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. ഇതൊരു കണ്ടക്ടറാണ്, അതേ കണ്ടക്ടർ തന്നെയാണിത്, അതേ മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇറ്റ് വാസ് സീൻ ദാറ്റ് ദി റെസിസ്റ്റൻസ് ഇൻക്രീസസ്. സോ യു ക്യാൻ സീ resistance is directly proportional to length. If you increase the length twice, then the resistance also will be twice. Also, I am increasing its area of cross section. See, area of cross section, and it is also said that the resistance also decreases. Resistance decreases R decreases. എപ്പോഴാണ് R ഡിക്രീസ് ചെയ്യുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, എ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസസ്. സോ വിച്ച് മീൻസ് ദാറ്റ് R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. These are the two main factors on which the resistance of a conductor depends: the length and its area of cross section. And by combining these two, are proportional to L by A, and I am introducing a constant. R is equal to rho into L by A. Actually, what is rho? That we have to discuss. See, if L is equal to 1 meter or 1 centimeter, etc., like that, and A is equal to 1 meter square. If length is equal to 1 meter, A is equal to 1 meter square. These two are keeping unity, then you can see that R is equal to rho, and this rho is called resistivity. Resistivity of the material of the conductor. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി ആയിരിക്കും. എൻ്റെ അർത്ഥം ദി റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. എപ്പോഴാണ്? ഇഫ് ദി ലെങ്ത് ആൻഡ് ഏരിയ റിമെയിൻസ് യൂണിറ്റി. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാട്ട് ഈസ് റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RA/L എന്നെഴുതാം. റോ. അപ്പോൾ എയും എല്ലും യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും റോ ഇസിക്കൽ ടു R ആയി മാറും. അപ്പോൾ ഈ കേസിൽ കൊടുത്താലും മതിയാവും. അപ്പോൾ തിരിച്ചു വരും, റോ ഇസിക്കൽ ടു R. അപ്പോൾ ശരിക്കും റെസിസ്റ്റിവിറ്റി എന്നാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ്. എപ്പോഴുള്ള റെസിസ്റ്റൻസ്? വെൻ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത് ആർ യൂണിറ്റി. സോ resistivity is the resistance of a conductor when the area of cross section and length are unity or 1. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. അത് വളരെ വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനുമാണ്. ഓക്കെ.
Then what is the unit of resistivity? Unit of resistivity. See, resistance in the ohm ആണ്. Ohm അല്ലേ meter square. ഇത് meter square by meter. Then you will get ohm meter is the unit of resistivity. What is its dimension? Dimension. അപ്പോൾ അതിന് ആദ്യം റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ അറിയണം. ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് അറിയാൻ അല്ലേ, ആർ ഈസിക്കൽ വി ബൈ ഐ ആണ്. വോൾട്ടേജ് ബൈ കറണ്ട്. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ചാർജാണ്, ബൈ കറണ്ട് അല്ലേ. കറണ്ട് ഐ എന്ന് വിളിക്കാം, സ്മാൾ ഐ കൊടുക്കാം. ദാറ്റ് ഈസിക്കൽ വർക്ക് ബൈ, ഇത് ഐ ക്യൂ എന്ന് എഴുതാം, ഐ ക്യൂ. ഇതങ്ങ് ഡിനോമിനേറ്ററിൽ വരും. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ ഒന്ന് കൊടുത്തു നോക്കാം. വർക്കിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഡിവൈഡ് ബൈ കറണ്ട്. എപ്പോഴും ഒരു എസ് ഐ യൂണിറ്റാണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. സോ അത് നമ്മൾ എ എന്നാണ് സാറിന് കൊടുക്കാറുള്ളത്. കറണ്ടിൻ്റെ ഡയമെൻഷൻ ആംപിയർ എന്നുള്ള രീതിയിൽ. ക്യൂവിൻ്റെ ഡയമെൻഷൻ അറിയാം, ചാർജിൻ്റെ ഡയമെൻഷൻ ഐ ഇൻറ്റു ടി ആണ് അല്ലേ. ഐ ഇൻറ്റു ടി, കറണ്ട് ഇൻറ്റു ടൈം കൊടുക്കണം. അപ്പോൾ എ ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഇക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു, ഇതങ്ങ് മുകളിൽ പോകുന്നു, -3 എ റൈസ് ടു -2. ഇതാണ് റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ. ഇനി റെസിസ്റ്റിവിറ്റിയുടെ നമ്മളിവിടെ നോക്കണം, ഇതിൽ നോക്കണം. സോ റെസിസ്റ്റിവിറ്റി റോ, അതിൻ്റെ ഡയമെൻഷൻ അറിയാനായിട്ട് ആർ എ ബൈ എൽ ഈ റിലേഷൻ എടുക്കുക. ആറിൻ്റെത് ഇവിടെ ഉണ്ട്, എം എൽ സ്ക്വയർ ടി റൈസ് ടു -3 എ റൈസ് ടു -2. അടുത്ത എ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ഏരിയ, അപ്പോൾ എൽ സ്ക്വയർ ബൈ എൽ ലെങ്ത് അല്ലേ, എൽ. സോ ദിസ് വിൽ ഗിവ് യു, സി ഇവിടെ നിന്ന് എല്ലും എല്ലാം കട്ട് ചെയ്ത് പോയി. ദെൻ യു വിൽ ഗെറ്റ് എം എൽ ക്യൂബ് ടി റൈസ് ടു -3 എ റൈസ് ടു -2. Okay, this is a dimension of resistivity. And you should understand that resistivity depends only on material. If you increase its length, the resistance is changed and not the resistivity. If the material is not changed, ഈ മെറ്റീരിയൽ മാറ്റിയില്ല എങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കും മാറുന്നത്, റെസിസ്റ്റിവിറ്റി റിമൈൻസ് സെയിം. ഇപ്പം അങ്ങനെയുള്ള ന്യൂമറിക്കൽസൊക്കെ തരാറുണ്ട് സാധാരണ. ഒരു വയറിൻ്റെ ലെങ്ത് ടോയ്സ് കൂട്ടുന്നു എങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി, വാട്ട് ഈസ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായിട്ട് എടുക്കുകയാണെങ്കിൽ, ദി ലെങ്ത് ഓഫ് ദി വയർ ഈസ് ഇൻക്രീസ്ഡ് ടു ടോയ്സ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ശരിക്കും റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. ബട്ട് റെസിസ്റ്റൻസ് എത്രയായി മാറുന്നു, ആ ലെങ്ത് ടോയ്സ് ആകുമ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ റെസിസ്റ്റൻസ് എടുക്കും ആർ ഡാഷ്, പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ടോയ്സ് ആക്കി. ഇപ്പോൾ 2L, ഇത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ 2L, ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. സോ ആർ ബൈ ആർ ഡാഷ് ഈസ് ഇക്വൽ ടു എൽ ബൈ 2L. കോൺസ്റ്റൻറ്റുകൾ കട്ട് ചെയ്ത് പോകും. സോ ഇത് കട്ട് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ആർ ഡാഷ്, ആർ ഡാഷാണ് അറിയേണ്ടത്. ഇറ്റ് ഈസ് 2R ആയിരിക്കും. അതിൻ്റെ ഒരു ന്യൂമറിക്കലാണ്, ഈ രീതിയിൽ വരുന്ന ഒരു ന്യൂമറിക്കലാണ്. ഇതാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ കാര്യവും പറയാൻ പറ്റും. ഇനി ശരിക്കും റെസിസ്റ്റൻസ് എപ്പോഴും ലെങ്ത്തും ഏരിയയും മാറുമ്പോൾ മാറുന്നുണ്ട് അല്ലേ. റെസിസ്റ്റിവിറ്റി റിമെയിൻസ് സെയിം. ഞാൻ ചോദിക്കുന്നു, ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഒരു കണ്ടക്ടർ എടുക്കുമ്പോഴേ, ഈ ഒരു കണ്ടക്ടർ എടുക്കുമ്പോൾ ഇതിനൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, ഒരു ലെങ്ത് ഉണ്ട്. ഇതേ കണ്ടക്ടർ തന്നെ വലിച്ച് നീട്ടുന്നു. അപ്പോൾ ഇത് തന്നെ വലിച്ച് നീട്ടുമ്പോൾ ശരിക്കും നീട്ടുന്ന സമയത്ത് ലെങ്ത് ഇൻക്രീസ്ഡ് ആവുന്നു, ടോയ്സായി. പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായി മാറും. കാരണം എന്താണ്, വോളിയം ഈസ് എ കോൺസ്റ്റൻറ്റ്. വോളിയം കോൺസ്റ്റൻ്റ് ആണ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ
ലെങ്ത് ടോയ്സ് ആകുമ്പോൾ ഏരിയ പകുതി ആയാൽ മാത്രമേ ഇത് കോൺസ്റ്റൻ്റായി നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തുമ്പോൾ റോ എൽ ബൈ എ ആണ് റിലേഷൻ. അപ്പോൾ ഇഫ് എ വയർ ഈസ് എക്സ്റ്റെൻഡഡ് ടു ടോയ്സ് ഇറ്റ്സ് ലെങ്ത് എന്ന് പറഞ്ഞൊരു ചോദ്യമാണ് തരികയാണെങ്കിൽ നിങ്ങൾ ശരിക്കും R' എടുക്കുന്ന സമയത്ത് റോ അതേപോലെ ഇട്ടതിന് ശേഷം ഇത് 2L ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയുമാക്കി മാറ്റണം. അപ്പോൾ ശരിക്കും ഇത് ഈ 2 അങ്ങ് മുളിക്കുമ്പോൾ 4 ഇൻറ്റു റോ എൽ ബൈ എ എന്നാവും. അപ്പോൾ ശരിക്കും റോ എൽ ബൈ എ ഇതാണ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇറ്റ് ബിക്കംസ് 4R, 4 ടൈംസ് ആയി മാറും. സെയിം വയറാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഇത് എന്തായി മാറുന്നതാണ് 4 ടൈംസ് ആയി മാറും. ഒറിജിനൽ റെസിസ്റ്റൻസിൻ്റെ 4 ടൈംസ് ആയി മാറും ബിക്കോസ് വോളിയം ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏരിയ പകുതിയായി മാറണം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായി